ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ ഷമീർ സൈനുദ്ദീൻ. അപ്പോൾ നമ്മുടെ കേരളത്തിലെ തന്നെ മികച്ച PSC അക്കാഡമി, അതായത് കഴിഞ്ഞ 6 വർഷമായിട്ട് ഒട്ടനവധി പേരെ ഒരു സർക്കാർ ജോലി എന്ന സ്വപ്നം നേടിയെടുക്കാൻ സഹായിച്ച PSC ടോക്സും ഇന്ത്യയിലെ തന്നെ മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്തെ ഒരു പ്രമുഖരായിട്ടുള്ള മെഡിക്കോസും ജോയിൻ ചെയ്തുകൊണ്ട്, അതായത് മെഡിക്കോസിൻ്റെ ഹെഡാണ് ഞാൻ. സോ അപ്പോൾ രണ്ടും ജോയിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരുക്കുന്ന ഒരു പ്രോഗ്രാമാണ് കേരള വാട്ടർ അതോറിറ്റിയുടെ ലാബ് അസിസ്റ്റൻറ്റ് പോസ്റ്റിലേക്കുള്ള 1 month ക്രാഷ് കോഴ്സ്. സോ അപ്പോൾ ജോയിൻ ചെയ്ത് ക്ലാസ്സസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ അപ്പോൾ ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇനിയും വൈകിട്ടില്ല, സോ വേഗം തന്നെ ജോയിൻ ചെയ്തോളൂ. സോ അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ കഴിഞ്ഞ എക്സാം ഒരു ലാബ് അസിസ്റ്റൻറ്റ് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. ഫുൾ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നില്ല, ബട്ട് അതിന് പകരം നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാം, അല്ലെങ്കിൽ എങ്ങനെ വർക്കൗട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ കൂടുതൽ മെച്ചപ്പെടുത്താൻ പറ്റും, അല്ലെങ്കിൽ കൂടുതൽ മെച്ചം നമുക്ക് ഉണ്ടാവും എന്നുള്ള രീതിക്ക് ഒരു ഡിസ്കഷനാണ് നമ്മൾ ഇന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. സോ അപ്പോൾ നമുക്ക് ഒട്ടും വലിച്ചു നീട്ടാതെ ക്ലാസ്സിലേക്ക് കിടക്കാം. സോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിലൊരു 10 ക്വസ്റ്റ്യൻസ് ആണ് ഞാനിന്ന് സെലക്ട് ചെയ്തിട്ടുള്ളത്. സോ അപ്പോൾ ടെക്നിക്കൽ പോർഷൻസിൽ നിന്നാണ് ഞാൻ കൂടുതലും ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം ടെക്നിക്കൽ പോർഷൻ ആണ് ഒരു 50 മാർക്സിന് ക്വസ്റ്റ്യൻ വരുന്നത്. ബാക്കി ഒരു 50 മാർക്സിനുള്ള ഡിവിഷൻ എന്ന് പറയുന്നത് സയൻസ് സബ്ജക്ട്സും മാത്സും ഒക്കെ ആയിട്ടാണ് വരുന്നത്. ഓക്കെ, സോ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി, ഓക്കെ, 50 മാർക്സിൻ്റെ ഡിവിഷനാണ് ഇവിടെ ടെക്നിക്കൽ പാർട്സിന് വരുന്നത്. ദെൻ ബാക്കി 50% ഒരു 50 മാർക്സ് എന്ന് പറയുന്നത് സയൻസ് സബ്ജക്ട്സ് പ്ലസ് മാത്സിലേക്കാണ് വരുന്നത്. ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, സുവോളജി ആൻഡ് മാത്സ്. സോ ഇങ്ങനെയാണ് ആ ഒരു ഡിവിഷൻ വരുന്നത്. ബാക്കി 50 മാർക്സ് ടെക്നിക്കൽ. സോ ടെക്നിക്കൽ പാർട്ടിലേക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം, ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കണം. സോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ടെക്നിക്കൽ പാർട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രം സെലക്ട് ചെയ്തിട്ട് ഒരു 10 ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്തിട്ട് സോ അതിനെ എങ്ങനെ വർക്കൗട്ട് ചെയ്യാം, എങ്ങനെ വർക്കൗട്ട് ചെയ്താൽ നമുക്ക് കൂടുതൽ ബെനിഫിറ്റ് ആകും എന്നുള്ള രീതിക്കാണ് നമ്മളിത് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവരും റെഡിയാണ് എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം എടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്ന 29th ക്വസ്റ്റ്യൻ ആണ്. VDRL ടെസ്റ്റ് ഈസ് യൂസ്ഡ് ഫോർ ഡിറ്റക്ടിങ് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഡിസീസ്. അപ്പോൾ VDRL എന്ന് പറയുന്ന ടെസ്റ്റ് താഴെ പറഞ്ഞിട്ടുള്ളതിൽ ഏത് കണ്ടീഷനെ ഡിറ്റക്ട് ചെയ്യാൻ അല്ലെങ്കിൽ കണ്ടുപിടിക്കാനാണ് സഹായിക്കുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ അപ്പോൾ അവിടെ നമുക്ക് VDRL ടെസ്റ്റ് എന്താണെന്ന് ആദ്യം അറിയണം അല്ലേ. സോ അപ്പോൾ VDRL ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെനറിയൽ ഡിസീസ് റിസർച്ച് ലബോറട്ടറി ടെസ്റ്റ്, വെനറിയൽ ഡിസീസ് റിസർച്ച് ലബോറട്ടറി ടെസ്റ്റ്, അതാണ് VDRL ടെസ്റ്റിന്റെ ഫുൾ ഫോം. അപ്പോൾ അത്രയും ആ ഒരു VDRL എന്താണ് എന്ന് നമുക്ക് അറിയണമെങ്കിൽ വെനറിയൽ ഡിസീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെക്ഷുവലി ട്രാൻസ്മിറ്റ് ആകുന്ന ഡിസീസ്. അപ്പോൾ ഒരു സെക്ഷുവൽ ഇന്റർകോഴ്സ് മൂലം ഒരു പേഴ്സണിൽ നിന്ന് മറ്റൊരു പേഴ്സണിലേക്ക് പകരപ്പെടുന്ന അല്ലെങ്കിൽ പകരുന്ന ആ ഒരു അസുഖത്തെയാണ് നമ്മൾ വെനറിയൽ ഡിസീസ് അല്ലെങ്കിൽ സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് എന്നൊക്കെ വിളിക്കുന്നത്. സോ അപ്പോൾ നമ്മൾ ഓപ്ഷൻസ് ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ റാബിസ്, സിഫിലിസ്, ടൈഫോയിഡ്, വെയിൽസ് ഡിസീസ്. സോ അപ്പോൾ ഈ 4 ഓപ്ഷൻസിൽ നമുക്ക് സെക്ഷുവലി ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്ന ഡിസീസ് ഏതാണ് എന്നറിയുകയാണെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു ആൻസറിലേക്ക് നമുക്ക് എത്താനായിട്ട് പറ്റും അല്ലേ. സോ അപ്പോൾ ഇവിടെ നമുക്ക് റാബിസ് എന്താണെന്ന് അറിയാം. എന്താണ്? പേപ്പട്ടി വിഷബാധ അല്ലേ. സോ അപ്പോൾ റാബിഡ് ഒരു വൈറസ് ഡിസീസ് ആണ്. അപ്പോൾ റാബിസ് എന്ന് പറയുമ്പോൾ പേപ്പട്ടി വിഷബാധയാണ്, അതൊരിക്കലും സെക്ഷുവലി ട്രാൻസ്മിറ്റ് ആവാനുള്ള ചാൻസ് കുറവാണെന്ന് നമുക്കറിയാം. ടൈഫോയിഡ് ഒരു ഇൻഫെക്ഷ്യസ് ഡിസീസ് ആണ്, ഒരു ഫീവർ, എൻട്രിക് ഫീവർ എന്നൊക്കെ അറിയപ്പെടുന്നതാണ്. സോ അപ്പോൾ അതും അല്ല എന്നുള്ളത് നമുക്കറിയാം. ബാക്കിയുള്ളത് സിഫിലിസും വെയിൽസ് ഡിസീസും ആണ്. ഇതിൽ സിഫിലിസ് ആണ് ആൻസർ വരുന്നത്. സിഫിലിസ് ഒരു സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ആണ്, വെനറിയൽ ഡിസീസ് ആണ് അല്ലേ. സോ അപ്പോൾ ആ ഒരു ആൻസർ നമുക്കറിയാം. അപ്പോൾ ഈ വെയിൽസ് ഡിസീസ് എന്താണ് എന്നുള്ളൊരു കൺഫ്യൂഷൻ ചിലപ്പോൾ വരാം. വെയിൽസ് ഡിസീസ് വേറൊന്നുമല്ല, ലെപ്റ്റോസ്പൈറോസിസ് അഥവാ എലിപ്പനി എന്നൊക്കെ നമ്മൾ പറയുന്ന ആ ഒരു ലെപ്റ്റോസ്പൈറോസിസ് ആണ് ഈ വെയിൽസ് ഡിസീസ് എന്ന് പറയുന്ന കണ്ടീഷൻ. സോ അപ്പോൾ അതിൽ വെനറിയൽ ഡിസീസ് ആയിട്ട് വരുന്നത് സിഫിലിസ് മാത്രമേ ഉള്ളൂ. സോ അപ്പോൾ VDRL ടെസ്റ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യുന്നത് സിഫിലിസ് എന്ന് പറയുന്ന കണ്ടീഷനെയാണ്. അപ്പോൾ വെനറിയൽ ഡിസീസ് റിസർച്ച് ലബോറട്ടറി ടെസ്റ്റ് ഈസ് യൂസ്ഡ് as a non-treponemal test used for screening of syphilis due to its simplicity, sensitivity and low cost. അപ്പോൾ അതിൽ സിമ്പിൾ ആണ്, ലോ കോസ്റ്റ് ആണ് ആവുന്നത്. സോ അതുകൊണ്ടാണ് അത് യൂസ് ചെയ്യുന്നത്. ദെൻ അങ്ങനെ ഒരു VDRL ടെസ്റ്റ് പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഫാൾസ് പോസിറ്റീവ് ആവാം. സോ ആ ഒരു സമയത്ത് നമ്മൾ ആ ഒരു സിഫിലിസിനെ കൺഫേം ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ടെസ്റ്റാണ് FTA-ABS എന്ന് പറയുന്നത്. സോ അപ്പോൾ നമുക്കറിയാം ഈ സിഫിലിസ് ഉണ്ടാക്കുന്ന ഒരു മൈക്രോ ഓർഗാനിസം ട്രിപ്പനോമ പാലിഡം ആണ് അല്ലേ. സോ അപ്പോൾ FTA എന്ന് പറയുമ്പോൾ ഫ്ലൂറസൻ ട്രിപ്പനോമൽ ആന്റിബോഡി അബ്സോർപ്ഷൻ ടെസ്റ്റ്, അതിൻ്റെയാണ് FTA-AB അബ്സോർപ്ഷൻ ടെസ്റ്റ്, അതാണ് ABS. ഓക്കെ, സോ അപ്പോൾ
എന്താണ് ഫ്ലൂറസൻ ട്രിപ്പനോമൽ ആൻറ്റിബോഡി അബ്സോർപ്ഷൻ ടെസ്റ്റ്. അതാണ് FDA ABS എന്ന് പറയുന്നത്. അത് സിഫിലിസിന്റെ കൺഫർമേറ്ററി ടെസ്റ്റ് ആണ്. അപ്പോൾ വൺസ് ഈ ഒരു VDRL ടെസ്റ്റ് പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ അത് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു FDA ABS എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ചെയ്തിട്ട് കൺഫേം ചെയ്യാം. സോ അപ്പോൾ ഇതിൽ കുറേ അധികം നമ്മൾ പഠിച്ചു അല്ലേ കാര്യങ്ങൾ. സോ ഇങ്ങനത്തെ ഒരു രീതിക്ക് നമ്മൾ വർക്കൗട്ട് ചെയ്ത് പോവുകയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇപ്പം നമ്മൾ എന്തൊക്കെ പഠിച്ചു, VDRL എന്താണെന്ന് പഠിച്ചു. VDRL വെനറൽ ഡിസീസ് ആണ്. അപ്പോൾ അതിൽ സിഫിലിസ് പഠിച്ചു, റാബിസ് എന്താണെന്ന് പഠിച്ചു, ടൈഫോയിഡ് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കി, വെയിൽസ് ഡിസീസിനെ കുറിച്ച് പഠിച്ചു. അപ്പോൾ സിഫിലിസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ കോസറ്റീവ് ഓർഗാനിസം ട്രിപ്പനിമ പാലിഡം ആണെന്ന് പറഞ്ഞു. അതിൻ്റെ ഒരു സ്ക്രീനിങ് ടെസ്റ്റ് ആയിട്ട് നമ്മൾ VDRL ആണ് യൂസ് ചെയ്യുന്നത്. അത് പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ FDA ABS എന്ന് പറയുന്ന ആ ഒരു ടെസ്റ്റ് വെച്ചിട്ട് നമ്മൾ കൺഫേം ചെയ്യും. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചില്ലേ? അല്ല നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ മാത്രം നോക്കി പോയാലോ? VDRL എന്താണെന്നറിയില്ല, ബാക്കി ഡിസീസിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാവില്ല, വെയിൽസ് ഡിസീസ് എന്താണെന്ന് അറിയില്ല. സോ അപ്പോൾ അങ്ങനെ കുറേ നെഗറ്റീവ്സ് ഉണ്ടാവും. സോ അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ നമ്മൾ വർക്കൗട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ കുറേയധികം ഇൻഫർമേഷൻസ് നമുക്ക് ഗ്യാദർ ചെയ്യാനായിട്ട് പറ്റും. ക്ലിയർ? അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ എടുത്തിട്ടുള്ളത് നോർമൽ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് ആണ്. സോ +2 ലെവലിൽ നമുക്ക് ചോദിക്കുന്ന ഒരു പഠിക്കുന്ന ഒരു അല്ലെങ്കിൽ സ്കൂൾ ലെവലിൽ നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇപ്പോഴത്തെ UP ഹൈസ്കൂൾ കുട്ടികളാണെങ്കിൽ പോലും അവർക്ക് അറിയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ SCERT ടെക്സ്റ്റിലുള്ള ഒരു കാര്യം കൂടിയാണ് നോർമൽ പ്ലേറ്റ്ലെറ്റ് കൗണ്ട്. അപ്പോൾ നമ്മളൊരു ഡിസ്കസ് ചെയ്യുന്ന കാര്യം പ്ലേറ്റ്ലെറ്റ് എന്ന് പറഞ്ഞാൽ പ്ലേറ്റ്ലെറ്റിന് വേറൊരു പേരുണ്ട്. എന്താണത്? ത്രോംബോസൈറ്റ്സ്. അതായത് പ്ലേറ്റ്ലെറ്റ് എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ബ്ലഡ് ക്ലോട്ടിങ്ങിനാണ്. അതായത് ത്രോംബസ്, ആ ഒരു ബ്ലഡ് ക്ലോട്ടിന് നമ്മൾ പറയുന്നതാണ് ത്രോംബസ് ഫോർമേഷൻ അല്ലെങ്കിൽ ത്രോംബസ് എന്ന് പറയുന്നത്. സോ അപ്പോൾ ആ ത്രോംബസ് ഫോർമേഷൻ ഹെൽപ്പ് ചെയ്യുന്നത് കൊണ്ടാണ് അവരെ നമ്മൾ ത്രോംബോസൈറ്റ്സ് എന്ന് വിളിക്കുന്നത്. സോ അപ്പോൾ നോർമൽ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ്? 1.5 to 4.5 lakhs per cubic millimeter of blood. അപ്പോൾ 1.5 മുതൽ 4.5 ലക്ഷം വരെയാണ് നമുക്ക് നോർമൽ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് വരുന്നത്. നോർമൽ RBC കൗണ്ട് ആണെങ്കിൽ അത് എന്താണ്? ഇൻ മില്യൻസിലാണ്. ഏറ്റവും നമ്മുടെ ബ്ലഡിലെ തന്നെ മോസ്റ്റ് അബണ്ടന്റ് ബ്ലഡ് സെൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ RBC ആണ്. 4.5 to 5.5 മില്യൺ പെർ ക്യൂബിക് മില്ലിമീറ്റർ ആണ് നമുക്ക് RBCയുടെ കൗണ്ട് വരുന്നത്. WBCയുടെ കൗണ്ട് വരുന്ന സമയത്ത് 4,000 to 11,000 സെൽസ് പെർ ക്യൂബിക് മില്ലിമീറ്റർ ഓഫ് ബ്ലഡ് ആണ്. അപ്പോൾ അത് പ്ലേറ്റ്ലെറ്റ് വരുന്ന സമയത്ത് ലാക്സിലാണ്. 1.5 to 4.5 lakhs per cubic millimeter ഓഫ് ബ്ലഡ് ആണ്. അപ്പം RBC എന്ന് പറയുന്നത് മില്യൻസിലാണ്. സോ അതുകൊണ്ട് തന്നെ മോസ്റ്റ് അബണ്ടന്റ് ബ്ലഡ് സെൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ RBCs, റെഡ് ബ്ലഡ് സെൽസ് എന്ന് പറയുന്ന സെൽസ് ആണ്. ഓക്കെ. സോ അപ്പോൾ അവിടെ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇതിൽ നമുക്ക് പറഞ്ഞ എന്താണ്? നോർമലി ഒരു 1.5 അല്ലെങ്കിൽ 1.5 ലക്ഷം മുതൽ 4.5 ലക്ഷം വരെയാണ് ആ ഒരു നോർമൽ കൗണ്ട് എന്ന് പറഞ്ഞു. ബ്ലഡ് ക്ലോട്ടിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന സെൽസ് ആണ് പ്ലേറ്റ്ലെറ്റ്സ് എന്ന് പറഞ്ഞു. സോ അപ്പോൾ ആ ഒരു 4.5 ലക്ഷത്തിൽ കൂടുതലായി കഴിഞ്ഞാൽ അതിനെ നമ്മൾ എന്ത് പറയും? ത്രോംബോസൈറ്റോസിസ്. ത്രോംബോസൈറ്റ് ആണ് പ്ലേറ്റ്ലെറ്റിന്റെ വേറൊരു പേര്. അപ്പോൾ ഒരു 4.5 ലക്ഷം എന്ന് പറയുന്ന മാക്സിമം ലിമിറ്റ് ആണ്. അതിൽ കൂടുതൽ വന്നു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് കോൾഡ് ത്രോംബോസൈറ്റോസിസ്. മിനിമം ലിമിറ്റ് എത്രയാണ് പറഞ്ഞത് നമ്മൾ? 1.5 ലക്ഷം. അപ്പോൾ 1.5 ലക്ഷത്തിൽ താഴെ പോവുകയാണെങ്കിൽ അതിനെ നമ്മൾ ത്രോംബോസൈറ്റോപീനിയ. ആ ഒരു പീനിയ എന്ന് പറയുന്ന വാക്ക് വന്നു കഴിഞ്ഞാൽ എവിടെയാണെങ്കിലും അത് കുറവാണ് എന്നുള്ളത് ഓർക്കുക. ഫോർ എക്സാമ്പിൾ അനീമിയ എന്താണ്? ഹീമോഗ്ലോബിൻ ലെവല് കുറയുന്നതാണ് അല്ലേ? അതുപോലെ ത്രോംബോസൈറ്റോപീനിയ ത്രോംബോസൈറ്റ്സിന്റെ കുറവാണ്. അതുപോലെ ല്യൂക്കോപീനിയ എന്താണ്? ല്യൂക്കോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറ്റ് എന്നാണ് മീനിങ് വരുന്നത്. അപ്പോൾ ല്യൂക്കോസൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറ്റ് ബ്ലഡ് സെൽസ് ആണ്. സോ അപ്പോൾ ല്യൂക്കോപീനിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറ്റ് ബ്ലഡ് സെൽസിന്റെ അളവിൽ കുറവ്, നോർമൽ ലെവലിൽ നിന്ന് അവർ കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ എരിത്രോപീനിയ അല്ലെങ്കിൽ എരിത്രോസൈറ്റോപീനിയ എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു ലെവലിൽ വരുന്ന കുറവാണ്. അനീമിയാണ് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത് കേട്ടോ. സോ അപ്പോൾ ആ ഒരു സെൽസിന്റെ ആ ഒരു ഇതിന്റെ കൂടെ പീനിയ എന്നുള്ള ഒരു വാക്ക് വന്നു കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് എന്താണ്? ആ ഒരു സെൽ കൗണ്ട് നോർമൽ റേഞ്ചിൽ നിന്ന് താഴേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ. സോ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്തു. നോർമൽ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് എത്രയാണ്? 1.5 to 4.5 lakhs per cubic millimeter. സോ അപ്പോൾ ഈ 1.5 to 4.5 കാണുമ്പോഴത്തേക്ക് നമ്മൾ ആൻസർ ചെയ്യാൻ പോയത് ചിലപ്പോൾ അതിന് ശേഷമുള്ളത് ലാക്സ് ആണോ 1000 ആണോ അല്ലെങ്കിൽ എന്താണ് മില്യൻസ് ആണോ എന്നുള്ളതൊക്കെ ശ്രദ്ധിക്കുക. ചിലപ്പോൾ സെക്കൻഡ് ഓപ്ഷൻ 1.5 to 4.5 മില്യൺ എന്നാണെങ്കിൽ നമ്മളവിടെ ലാക്സ് ആണോ മില്യൺ ആണോ എന്നുള്ള കൺഫ്യൂഷൻ വരും. അപ്പോൾ അതും കൂടി നോക്കി പോവുക. സോ അതാണ് അപ്പോൾ നോർമൽ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് വന്നിട്ടുള്ളത് which of the following compound is a normal constituent of urine? അപ്പോൾ നമ്മുടെ യൂറിനിൽ നോർമലി കാണപ്പെടുന്ന കോൺസ്റ്റിറ്റ്യൂവൻ്റ് ഏതാണ്?
സോ അപ്പോൾ നമുക്കറിയാം ഓപ്ഷൻ എ ഷുഗർ, ഓപ്ഷൻ ബി ബൈൽ സോൾട്ട്സ്, ഓപ്ഷൻ സി യൂറിയ, ഓപ്ഷൻ ഡി കീറ്റോൺ ബോഡീസ്. അപ്പോൾ ഇതിൽ നമുക്ക് നോർമലി ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് പ്രസന്റ് ആയിട്ടുള്ള ഒരു സാധനം യൂറിയ ആണ് അല്ലേ. സോ അപ്പോൾ നോർമൽ കോൺസ്റ്റിറ്റ്യൂന്റ് ഓഫ് യൂറിൻ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂറിയ ആണ്. ഷുഗർ വരികയാണെങ്കിൽ, ഷുഗർ യൂറിനിൽ കാണാൻ പറ്റുകയാണെങ്കിൽ ആ ഒരു കണ്ടീഷൻ എവിടെയാണ് ഉണ്ടാവുന്നത്? ഡയബറ്റിക് പേഷ്യൻസിലാണ്. ഷുഗർ, നമ്മുടെ ബ്ലഡ് ഷുഗർ ഒരുപാട് ആയിക്കഴിഞ്ഞു, നമ്മുടെ ബോഡിയിൽ എക്സസ് ആയിക്കഴിഞ്ഞു എങ്കിൽ ആ ഒരു എക്സസ് ഷുഗറൊക്കെ എന്ത് ചെയ്യും? ത്രൂ യൂറിൻ എക്സ്ക്രീറ്റ് ആയി പോവും. സോ അപ്പോൾ അങ്ങനെ പുറന്തള്ളപ്പെടുന്ന ഷുഗറാണ് നമ്മുടെ യൂറിനിൽ കൂടെ പുറത്തേക്ക് വരുന്നത്. അപ്പോൾ അതൊരു അബ്നോർമൽ കണ്ടീഷനാണ്. അതുപോലെ ബൈൽ സോൾട്ട്സ് ആണെങ്കിലും നമ്മുടെ ബോഡിയിൽ നോർമലി ആവശ്യമുള്ളൊരു സാധനമാണ്. സോ അപ്പോൾ അത് എക്സസ് ആവുന്ന സമയത്തായിരിക്കും പുറത്ത് പോകുന്നത്. ഒന്നുകിൽ ലിവർ കണ്ടീഷൻസ്, എന്തെങ്കിലും ലിവർ ഡിസീസസ് എന്തെങ്കിലും ഉണ്ടാവണം, അല്ലെങ്കിൽ ജോണ്ടിസ്, അങ്ങനത്തെ ഏതെങ്കിലും ഒരു കണ്ടീഷൻ വന്നാൽ മാത്രമേ നമുക്ക് ബൈൽ സോൾട്ട്സും എക്സ്ക്രീറ്റ് ആയി പോവുകയുള്ളൂ. യൂറിയ നോർമലി നമുക്ക് വരുന്ന ഒരു മെറ്റബോളിക് ബൈ പ്രോഡക്റ്റ് ആണ്. അത് യൂഷ്വലി നമ്മുടെ ബോഡിക്ക് ആവശ്യമില്ല, അതുകൊണ്ട് തന്നെ അത് വേസ്റ്റ് പ്രോഡക്റ്റ് ആണ്, അത് എക്സ്ക്രീറ്റ് ചെയ്ത് പോകും. നമ്മുടെ ബോഡിയിലെ വേസ്റ്റ് എക്സ്ക്രീറ്റ് ചെയ്യുന്നതാണല്ലോ യൂറിനും സ്റ്റൂളും ഒക്കെ. സോ അപ്പോൾ ഒരു എക്സ്ക്രീറ്ററി സിസ്റ്റം ത്രൂ പുറത്തേക്ക് പോവും യൂറിയ. അതുകൊണ്ട് തന്നെ അതൊരു നോർമൽ കോൺസ്റ്റിറ്റ്യൂവൻ്റ് ആണ്. ഓക്കെ, ദെൻ കീറ്റോൺ ബോഡീസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ബോഡിയിൽ കീറ്റോൺ ബോഡീസ് പ്രസന്റ് ആയിരിക്കും. കീറ്റോൺ ബോഡീസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡിയിലുള്ള അബ്നോർമലി പ്രൊഡ്യൂസ് ചെയ്യുന്ന കുറച്ച് സെൽസ് ആണ്. ഓക്കെ, സെൽസ് അല്ല, ഒരു സ്ട്രക്ചറാണ് കീറ്റോൺ ബോഡീസ്. അത് നമ്മുടെ ബോഡിയിൽ അസിഡിറ്റി കൂടുതലാണ് എന്ന് മീൻ ചെയ്യിപ്പിക്കുന്നതാണ് കീറ്റോൺ ബോഡീസ്. അതായത് ഡയബറ്റിസ് കൂടിയിട്ട് അത് കാരണം നമുക്ക് അസിഡോസിസ് വന്നു, ഡയബറ്റിക് കീറ്റോ അസിഡോസിസ് എന്ന് പറയുന്ന കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. സോ അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് കീറ്റോൺ ബോഡീസ് യൂറിനിൽ എക്സ്ക്രീറ്റ് ആവുന്നത്. അതും അബ്നോർമൽ കണ്ടീഷൻ. അപ്പോൾ നോർമൽ കോൺസ്റ്റിറ്റ്യൂവൻ്റ് ഏതാണ്? യൂറിയ ആണ് നമ്മൾ ഓർക്കുക. അതുപോലെ തന്നെ യൂറിൻ്റെ കമ്പോസിഷൻ നോക്കുകയാണെങ്കിൽ ഒരു 95% എന്തായിരിക്കും? വാട്ടർ ആയിരിക്കും. സോ യൂറിൻ ഈസ് മെയ്ഡപ്പ് ഓഫ് 95% വാട്ടർ ആണ്. അപ്പോൾ ഒരു യൂറിൻ സാമ്പിൾ നമ്മൾ കളക്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിലൊരു 95% വാട്ടർ ആണ് ഉള്ളത്. സോ ബാക്കിയുള്ള ഒരു 5% മാത്രമായിരിക്കും ഈ ഒരു വേസ്റ്റ് പ്രോഡക്ട്സ് ഒക്കെ ഉണ്ടാകുന്നത്. അതിൽ മേജർ ആയിട്ടുള്ള വേസ്റ്റ് പ്രോഡക്റ്റ് യൂറിയ ആണ്. ദെൻ ക്രിയാറ്റിനിൻ, യൂറിക് ആസിഡ്, ക്ലോറൈഡ്, സോഡിയം, പൊട്ടാഷ്യം, അങ്ങനത്തെ കുറച്ച് ഇലക്ട്രോലൈറ്റ്സും കൂടിയിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും അല്ലേ. സോ അപ്പോൾ റീനൽ ഫംഗ്ഷൻ ടെസ്റ്റ് അല്ലെങ്കിൽ കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റ് എന്താണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ആ ഒരു ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റും. സോ അപ്പോൾ ബാക്കി കാര്യങ്ങൾ ഞാൻ പറഞ്ഞതൊക്കെ തന്നെയാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. സോ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. So color code used for EDTA, anticoagulant bottles. അപ്പോൾ ഈ ആൻറ്റികോയാഗുലൻറ്റ് ബോട്ടിൽസ് നമ്മൾ സൂക്ഷിക്കുന്ന കുറച്ച് ബോട്ടിൽസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ കളർ കോഡ്, ഏത് കളർ കോഡാണ് ആ ഒരു EDTA ഇരിക്കുന്ന ബോട്ടിലിന് നമ്മൾ കൊടുക്കാറ് എന്നുള്ളതാണ്. അപ്പോൾ EDTA എന്താണ്? ആൻറ്റികോയാഗുലൻറ്റ് നമുക്കറിയാം, കോയാഗുലേഷൻ, ബ്ലഡ് ക്ലോട്ടിങ് അല്ലെങ്കിൽ ബ്ലഡ് കട്ട പിടിക്കാതിരിക്കാനായിട്ട് നമുക്ക് സഹായിക്കുന്ന സബ്സ്റ്റൻസിനെയാണ് ആൻറ്റികോയാഗുലൻസ് എന്ന് വിളിക്കുന്നത്. സോ അപ്പോൾ EDTA എന്താണ് എന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എത്തിലീൻ ഡയമൈൻ ടെട്രാ അസറ്റിക് ആസിഡ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം വരുന്നത്. എഥിലീൻ ഡയമൈഡ് ടെട്രാ അസറ്റിക് ആസിഡ് ആണ് EDTA ഫുൾ ഫോം വരുന്നത്. അപ്പോൾ EDTA സൂക്ഷിക്കുന്ന ബോട്ടിലുള്ള കളർ കോഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പേർപ്പിൾ കളർ അല്ലെങ്കിൽ ലാവൻഡർ കളറാണ് കേട്ടോ. സോ അപ്പോൾ ലാവൻഡർ അല്ലെങ്കിൽ പേർപ്പിൾ കളറായിരിക്കും EDTA സൂക്ഷിക്കുന്ന ആ ഒരു ബോട്ടിലിന് വരുന്ന ആ ഒരു കളർ കോഡ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മേജർ പ്ലാസ്മ പ്രോട്ടീൻ ഏതാണ്? സോ അപ്പോൾ നമ്മുടെ ബോഡിയിൽ അല്ലെങ്കിൽ നമ്മുടെ ബ്ലഡ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡിൽ രണ്ട് പോർഷൻസ് ആണുള്ളത്. ഒന്ന് ആ ഒരു ഫ്ലൂയിഡ് പോർഷൻ, അതിനെയാണ് നമ്മൾ പ്ലാസ്മ എന്ന് വിളിക്കുന്നത്. ബാക്കിയുള്ളത് ഫോംഡ് എലമെന്റ്സ് എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ഫോംഡ് എലമെന്റ്സിലാണ് നമുക്ക് ഈ RBC, WBC, പ്ലേറ്റ്ലെറ്റ്സ് അങ്ങനത്തെ സെൽസ് ഒക്കെ വരുന്നത്. സോ അപ്പോൾ ഫോംഡ് എലമെന്റ്സ് എന്ന് പറയുന്നത് വേണമെങ്കിൽ നമുക്ക് സോളിഡ് പാർട്ട് ഓഫ് ബ്ലഡ് അല്ലെങ്കിൽ സോളിഡ് പോർഷൻ ആണ്. നമ്മുടെ ബ്ലഡിൻ്റെ സോളിഡ് പോർഷനെ എന്ത് വിളിക്കാം? ഫോംഡ് എലമെന്റ്സ് എന്ന് വിളിക്കാം. അതേ സമയത്ത് ആ ഒരു ഫ്ലൂയിഡ് പോർഷൻ, ആ ഒരു വാട്ടർ കണ്ടന്റ് ഉള്ള പോർഷനെ നമുക്ക് പ്ലാസ്മ എന്ന് വിളിക്കാം. അപ്പോൾ പ്ലാസ്മയിൽ അടങ്ങിയിട്ടുള്ള പ്രോട്ടീൻസിനെയാണ് നമ്മൾ പ്ലാസ്മ പ്രോട്ടീൻസ് എന്ന് വിളിക്കുന്നത്. മേജറായിട്ട് നമുക്ക് 3 പ്ലാസ്മ പ്രോട്ടീൻസ് ആണ് വരുന്നത്. ഒന്ന് ആൽബുമിൻ, ഒന്ന് ഗ്ലോബുലിൻ ആൻഡ് ഒന്ന് ഫൈബ്രിനോജൻ. ഓക്കെ, അപ്പോൾ ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ, ഇത് 3ഉമാണ് എന്തെന്ന് പറയുന്നത് പ്ലാസ്മ പ്രോട്ടീൻ ആയിട്ട് വരുന്നത്. അപ്പോൾ തന്നെ നമുക്കൊരു ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ഏതാണ്? ബെൻസ് ജോൺസ് പ്രോട്ടീൻ. ബെൻസ് ജോൺസ് പ്രോട്ടീൻ എന്ന് പറയുന്നത് ഒരു നോർമൽ പ്രോട്ടീൻ അല്ല, ഒരു അബ്നോർമൽ പ്രോട്ടീൻ ആണ്. മൾട്ടിപ്പിൾ മൈലോമ എന്ന് പറയുന്ന കണ്ടീഷനിൽ വരുന്നൊരു പ്രോട്ടീനാണ് ബെൻസ് ജോൺസ് പ്രോട്ടീൻ. ഓക്കെ,
സോ അപ്പോൾ നോർമലി നമുക്കുള്ള പ്ലാസ്മ പ്രോട്ടീൻസ് ഏതൊക്കെയാണ്? ആൽബുമിൻ, ഗ്ലോബുലിൻ ആൻഡ് ഫൈബ്രിനോജൻ. അപ്പോൾ അതിൽ ഏറ്റവും മേജർ അല്ലെങ്കിൽ മോസ്റ്റ് അബണ്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ആൽബുമിൻ ആണ്. ആൽബുമിൻ. ഓക്കെ. സോ അപ്പോൾ ആൽബുമിൻ എന്ത് ചെയ്യുന്നു? അതിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡ് വെസൽസിലുള്ള അല്ലെങ്കിൽ ബ്ലഡിലുള്ള ഓൺകോട്ടിക് പ്രഷർ കൺട്രോൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ബ്ലഡിൻ്റെ ആ ഒരു ഓൺകോട്ടിക് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആരാണ്? ഈ ഒരു ആൽബുമിൻ എന്ന് പറയുന്ന പ്ലാസ്മ പ്രോട്ടീൻ ആണ്. അതാണ് നമ്മുടെ ബോഡിയിൽ അല്ലെങ്കിൽ ബ്ലഡിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള പ്ലാസ്മ പ്രോട്ടീൻ എന്ന് പറയുന്നത്. മേജർ അല്ലെങ്കിൽ മോസ്റ്റ് അബണ്ടന്റ് അല്ലെങ്കിൽ ഏറ്റവും വലിയ പ്ലാസ്മ പ്രോട്ടീൻസ് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൽബുമിൻ ആണ്. ദെൻ നെക്സ്റ്റ് ഗ്ലോബുലിൻ. സോ അപ്പോൾ ഗ്ലോബുലിൻ എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ഗ്ലോബുലിൻസ്, ഇമ്മ്യൂണോഗ്ലോബുലിൻസ് എന്നൊക്കെ നമുക്ക് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇമ്മ്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് പ്ലാസ്മ പ്രോട്ടീൻസ് ആണ് ഗ്ലോബുലിൻസ് എന്ന് പറയുന്നത്. ദെൻ ഫൈബ്രിനോജൻ, ഫൈബ്രിൻ ത്രെഡ്സ് ഫോം ചെയ്തിട്ട് ബ്ലഡ് ക്ലോട്ടിങ്ങിനൊക്കെ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻസ് ആണ് ഫൈബ്രിനോജൻ. ഓക്കെ. അപ്പോൾ ഏറ്റവും മോസ്റ്റ് അബണ്ടന്റ് എന്താണ് അല്ലെങ്കിൽ ഏറ്റവും വലുത് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആൽബുമിൻ ആണ് എന്നുള്ളത് ഓർക്കുക. ദെൻ ല്യൂക്കോസൈറ്റോസിസ് ഈസ് സീൻ ഇൻ. ല്യൂക്കോസൈറ്റോസിസ് ഏത് കണ്ടീഷനിലാണ് കാണപ്പെടുന്നത്? അപ്പം നേരത്തെ ഞാൻ പറഞ്ഞു ല്യൂക്കോ എന്ന് പറഞ്ഞാൽ എന്താണ്? വൈറ്റ് ബ്ലഡ് സെൽസ് അല്ലെങ്കിൽ വൈറ്റും ആയിട്ട് റിലേറ്റ് ചെയ്താണെന്നുള്ളത് ഓർക്കാം. അപ്പോൾ ല്യൂക്കോസൈറ്റ് എന്ന് പറയുമ്പോൾ വൈറ്റ് ബ്ലഡ് സെൽസ് ആണെന്നായി. അപ്പോൾ ല്യൂക്കോസൈറ്റോപീനിയ ആണ് സെൽസിൻ്റെ കുറവ് എന്ന് നമുക്ക് നേരത്തെ നമ്മൾ പറഞ്ഞു. ല്യൂക്കോപീനിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ല്യൂക്കോസൈറ്റോപീനിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറ്റ് ബ്ലഡ് സെൽസിൻ്റെ കൗണ്ടിൽ നോർമൽ റേഞ്ചിനേക്കാളും കുറവ് വരുന്നതാണ്. അപ്പോൾ ല്യൂക്കോസൈറ്റോസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു അളവിൽ കൂടുതൽ വരുന്നതാണ്. അപ്പോൾ ആവശ്യത്തിനുള്ള ആ ഒരു റേഞ്ചിൽ കൂടുതൽ നമുക്ക് നമ്മുടെ ബോഡിയിൽ ഈ വൈറ്റ് ബ്ലഡ് സെൽസ് വരുന്ന ആ ഒരു കണ്ടീഷനാണ് നമ്മൾ ല്യൂക്കോസൈറ്റോസിസ് എന്ന് വിളിക്കുന്നത്. അപ്പം തന്നെ നമുക്കറിയാം ആൻസർ ഏതായിരിക്കും? ഒരു ക്യാൻസറസ് അബ്നോർമലായിട്ട് ആ ഒരു കൗണ്ട് കൂടും അല്ലേ? ഒരു ക്യാൻസർ വരുമ്പോൾ ഒരു സെല്ലിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ അബ്നോർമലായിട്ടും കുറച്ചും കൂടി ഫാസ്റ്റ് ആയിട്ടും നടക്കും. അതാണ് ക്യാൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ബ്ലഡ് ക്യാൻസർ എന്ന് നമുക്ക് നോർമലി നമ്മൾ പറയുന്ന ലുക്കീമിയയിൽ എന്ത് ചെയ്യും? ബ്ലഡ് കൗണ്ട് കൂടും. ഓക്കെ. ബ്ലഡിലെ സെൽ ആ ഒരു ലുക്കീമിയ എന്ന് പറയുമ്പോൾ വൈറ്റ് ബ്ലഡ് സെൽസിനെയാണ് ല്യൂക്കോ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ലുക്കീമിയ എന്ന് പറഞ്ഞാൽ ആ ഒരു വൈറ്റ് ബ്ലഡ് സെൽസിൻ്റെ കൗണ്ട് കൂടുകയാണ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വൈറ്റ് ബ്ലഡ് സെല്ലിൻ്റെ നോർമൽ കൗണ്ട് 4000 to 11,000 ആയിരുന്നു. പക്ഷേ ഈ ലുക്കീമിയ വരുന്ന സമയത്ത് 1 ലക്ഷം മുതൽ 4 ലക്ഷം വരെ ആ ഒരു കൗണ്ട് കൂടാനായിട്ട് ചാൻസ് ഉണ്ട്. ഓക്കെ. സോ അപ്പോൾ ലുക്കീമിയയിലാണ്. ബാക്കി സിസ്റ്റമിക് ലൂപ്പസ് എറിത്തിമറ്റോസിസ് SLE എന്ന് നമ്മൾ പറയുന്ന ഒരു കണ്ടീഷനാണ്. റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, ആമവാദം എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരു കണ്ടീഷനാണ്. പിന്നെ അപ്ലാസ്റ്റിക് അനീമിയ, ബോൺ മാരോ ഡിസീസ് ആണ്. സോ അപ്പോൾ ഇതിലൊക്കെ എന്ത് ചെയ്യും? ആ ഒരു വൈറ്റ് ബ്ലഡ് സെൽസിൻ്റെ കൗണ്ട് കുറയുകയാണ് ചെയ്യുന്നത്. ഓക്കെ. സോ അപ്പോൾ ബാക്കി ഈ ഒരു ലുക്കീമിയ എന്ന് പറയുന്ന ഓപ്ഷനിൽ മാത്രമാണ് ല്യൂക്കോസൈറ്റോസിസ് ഉണ്ടാകുന്നത്, അതായത് വൈറ്റ് ബ്ലഡ് സെൽസിൻ്റെ കൗണ്ട് കൂടുന്നത്. ഓക്കെ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ബ്ലഡ് ഗ്രൂപ്പ് ഈസ് നൗൺ ആസ് യൂണിവേഴ്സൽ ഡോണർ? അപ്പോൾ യൂണിവേഴ്സൽ ഡോണർ എന്നറിയപ്പെടുന്ന ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ് എന്നുള്ളത് നമുക്കറിയണം. സോ അപ്പോൾ അതിൽ ഓപ്ഷനിൽ നമുക്കിപ്പോൾ O, A, B ആൻഡ് AB ഈ 4 നമുക്ക് മേജർ ആയിട്ടുള്ള 4 ബ്ലഡ് ഗ്രൂപ്പ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. എങ്കിൽ നമുക്ക് ഏത് ചൂസ് ചെയ്യാം? ഓപ്ഷൻ A, O ഗ്രൂപ്പ് ചൂസ് ചെയ്യാം. അപ്പോൾ ഓർത്ത് വെക്കാൻ ആ ഒരു യൂണിവേഴ്സൽ ഡോണർ. സോ അപ്പോൾ നമുക്ക് യൂണിവേഴ്സൽ ഡോണർ ഓർത്ത് വെക്കാനുള്ള ഒരു എഴുപ്പഴി, അതായത് സാർവത്രിക ദാതാവ് എന്ന് പറയുന്ന ആ ഒരു ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ O ബ്ലഡ് ഗ്രൂപ്പ് ആണ് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? സോ അപ്പോൾ ഡോണർ നോക്കിക്കേ, ഡോണറിൽ എന്തുണ്ട്? O ഉണ്ട്. സോ അപ്പോൾ ഡോണർ എന്ന് പറയുമ്പോൾ O ഗ്രൂപ്പ് അങ്ങനെ റിലേറ്റ് ചെയ്ത് വെക്കാം. യൂണിവേഴ്സൽ ഡോണറും ഉണ്ട്, യൂണിവേഴ്സൽ റെസിപ്പിയൻറ്റും ഉണ്ട്. അപ്പോൾ യൂണിവേഴ്സൽ ഡോണർ ഓർക്കാനാണ് ഈ O, ഡോണറിലുള്ള O ഓർത്ത് വെക്കുക. സോ അപ്പോൾ O ഫോർ O ഗ്രൂപ്പ് എന്നുള്ളത് ഓർത്ത് വെക്കുക. അപ്പോൾ യൂണിവേഴ്സൽ ഡോണർ സാർവത്രിക ദാതാവായിട്ടുള്ള ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ്? O ഗ്രൂപ്പ് ആണ് എന്നുള്ളത് ഓർക്കാം. അതേസമയം വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ഇവിടെ നമുക്ക് 4 ഓപ്ഷൻസിൽ 4 ബ്ലഡ് ഗ്രൂപ്പ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. അതേസമയത്ത് ഇവിടെ O പോസിറ്റീവും O നെഗറ്റീവും കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഏത് ചൂസ് ചെയ്യണം? O നെഗറ്റീവ് വേണം ചൂസ് ചെയ്യാനായിട്ട്. ഓക്കെ. അപ്പോൾ O ഗ്രൂപ്പ് സിമ്പിളായിട്ട് അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ O ഗ്രൂപ്പ് തന്നെയാണ്. അപ്പോൾ O പോസിറ്റീവ് O നെഗറ്റീവ് ആയിട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ O നെഗറ്റീവ് നിങ്ങൾ ചൂസ് ചെയ്യുക. അതൊരു ആൻറ്റിജനും ആൻറ്റിബോഡിയും തമ്മിലുള്ള ഒരു കണക്ഷൻ വെച്ചിട്ടൊക്കെയാണ് പറയുന്നത്. ഏത് ബ്ലഡ് ഗ്രൂപ്പിൽ ഏത് ആൻറ്റിജൻ ഉണ്ട്, ഏത് ആൻറ്റിബോഡി ഉണ്ട് എന്നുള്ളതൊക്കെ നോക്കിയിട്ടാണ് നമുക്ക് വരുന്ന ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്ത് പോവാം. സോ അപ്പോൾ ഇവിടെ നമുക്ക് യൂണിവേഴ്സൽ ഡോണർ O ഗ്രൂപ്പാണ്. സ്പെസിഫൈ ചെയ്ത് പറയുകയാണെങ്കിൽ O നെഗറ്റീവ് ആണ് കുറച്ചും കൂടി കറക്റ്റ് ആയിട്ട് പറയേണ്ടത് എന്ന് പറഞ്ഞു. അപ്പോൾ അതേ സമയത്ത് യൂണിവേഴ്സൽ റെസിപ്പിയൻറ്റ് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് AB ബ്ലഡ് ഗ്രൂപ്പ്. അത് AB ബ്ലഡ് ഗ്രൂപ്പ് ആണ് യൂണിവേഴ്സൽ റെസിപ്പിയൻറ്റ്. ഓക്കെ.
സോ അപ്പോൾ നമുക്ക് എ ബ്ലഡ് ഗ്രൂപ്പ് എടുക്കുകയാണെങ്കിൽ എ ബ്ലഡ് ഗ്രൂപ്പിൽ ഇവിടെ നമുക്ക് ആന്റിജനും ആന്റിബോഡിയും നമുക്ക് ബ്ലഡ് ഗ്രൂപ്പ്സിൽ ഉണ്ട് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. സോ അപ്പോൾ എ ബ്ലഡ് ഗ്രൂപ്പിലുള്ളത് ഏത് ആന്റിജൻ ആണ്? എ ആന്റിജൻ എയും ആന്റിബോഡി ബിയും ആണ്. ഓക്കെ, അപ്പോൾ എ ബ്ലഡ് ഗ്രൂപ്പിൽ ആന്റിജൻ എയും ആന്റിബോഡി ബിയും. ബി ബ്ലഡ് ഗ്രൂപ്പ് എടുക്കുകയാണെങ്കിൽ ആന്റിജൻ ബി ആണ്, ആന്റിബോഡി എ ആണ്. ക്ലിയർ അല്ലേ? ആന്റിജൻ എ ആണ് എ ബ്ലഡ് ഗ്രൂപ്പിൽ, ആന്റിബോഡി ബിയും. ബി ബ്ലഡ് ഗ്രൂപ്പിൽ ആന്റിജൻ ബി, ആന്റിബോഡി എ ആണ്. അപ്പോൾ എ ബി ബ്ലഡ് ഗ്രൂപ്പ് എടുക്കുകയാണെങ്കിൽ ആന്റിജൻ എയും ഉണ്ട്, ആന്റിജൻ ബിയും ഉണ്ട്, പക്ഷേ ആന്റിബോഡി ഇവിടെ ഇല്ല. ക്ലിയർ അല്ലേ? സോ അപ്പോൾ ഒ ബ്ലഡ് ഗ്രൂപ്പ് എടുക്കുമ്പോൾ ഇവിടെ ആന്റിജൻ ഇല്ല, പക്ഷെ ആന്റിബോഡി എയും ഉണ്ട്, ആന്റിബോഡി ബിയും ഉണ്ട്. ക്ലിയർ? സോ അപ്പോൾ ഈ ഒരു ആന്റിജൻ ആന്റിബോഡീസ് പ്രസന്റ് ആയിട്ടുള്ളത് വെച്ചിട്ടാണ് നമുക്ക് ആ ഒരു എന്താണ് ആന്റിജൻ ആന്റിബോഡി റിയാക്ഷൻ ഒക്കെ നടക്കുകയും ബ്ലഡ് ട്രാൻസ്ഫ്യൂഷന്റെ സമയത്ത് റിയാക്ഷൻസ് നടക്കുകയും റിജക്ഷൻ നടക്കുകയൊക്കെ ചെയ്യുന്നത് അതുകൊണ്ടാണ് കേട്ടോ. സോ അപ്പോൾ ആ ഒരു ഇത് കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. എ ബ്ലഡ് ഗ്രൂപ്പിൽ ആന്റിജൻ എയും ആന്റിബോഡി ബിയും ആണ്. ബി ബ്ലഡ് ഗ്രൂപ്പ് ആണെങ്കിൽ ആന്റിജൻ ബി ആണ് ആൻഡ് ആന്റിബോഡി എ. എ ബി ബ്ലഡ് ഗ്രൂപ്പ് ആണെങ്കിൽ അതിൽ എ ആന്റിജനും ഉണ്ട്, ബി ആന്റിജനും ഉണ്ട്, ആൻഡ് ആന്റിബോഡീസ് അവിടെ ഇല്ല, നില്ലാണ്. ഓക്കെ, ആന്റിബോഡി അപ്പോൾ ഇവിടെ ഇല്ല. ബി ബ്ലഡ് ഗ്രൂപ്പ് എ ബി ബ്ലഡ് ഗ്രൂപ്പിൽ ആന്റിബോഡി ഇല്ല. ഒ ബ്ലഡ് ഗ്രൂപ്പ് എടുക്കുകയാണെങ്കിൽ അവിടെ ആന്റിജൻ ഇല്ല. അതേ സമയത്ത് ആന്റിബോഡി എയും ഉണ്ട്, ബിയും ഉണ്ട്. അപ്പോൾ ഇപ്പൊ എ ബ്ലഡ് ഗ്രൂപ്പിലെ ഒരാളുടെ ബ്ലഡ് ആണ്. അപ്പോൾ ഈ ഒരു നമ്മുടെ ബോഡിയിൽ ആന്റിജൻ ഓൾറെഡി ഉണ്ടെങ്കിൽ അതെന്ത് സംഭവിക്കും? ഇപ്പോൾ എ ആന്റിജൻ ഓൾറെഡി എൻ്റെ ബോഡിയിലുണ്ട്. അപ്പോൾ എ ആന്റിജൻ എൻ്റെ ബോഡിയിലേക്ക് വീണ്ടും ഞാൻ ട്രാൻസ്ഫ്യൂഷൻ ത്രൂ കയറ്റി വിടുകയാണെങ്കിൽ ആ ഒരു ആന്റിബോഡി നമ്മുടെ ബോഡിയിൽ പ്രതീക്ഷ ഉണ്ടാവുകയും ആ ഒരു റിയാക്ഷൻ നടക്കുകയൊക്കെ ചെയ്യും. സോ അപ്പോൾ എ ബ്ലഡ് ഗ്രൂപ്പ് ഞാൻ ഇവിടെ ഒരാൾക്ക് കൊടുക്കുകയാണെന്ന് വെച്ചോളൂ, ഒ ബ്ലഡ് ഗ്രൂപ്പിലേക്ക് കൊടുക്കുകയാണ്. സോ അവിടെ ആന്റിജൻ ഒന്നുമില്ല, അതുകൊണ്ട് തന്നെ അവിടെ പ്രശ്നം വരത്തില്ല. അപ്പോൾ അതുപോലെ ബി ബ്ലഡ് ഗ്രൂപ്പ് കൊടുത്താലും അവിടെയും ആന്റിജൻ ഇല്ല, ബി ആന്റിജൻ ഇല്ല. എ ബി കൊടുത്താലും അവിടെ ആന്റിജൻ ഇല്ല. സോ അപ്പോൾ അങ്ങനെയാണ് ആ ഒരു മിസ്മാച്ച് വരുന്നത്. അപ്പോൾ ആന്റിജനും ആന്റിബോഡിയും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് കറക്റ്റായിട്ട് മനസ്സിലാക്കി വെച്ചേക്കുക. ഏതൊക്കെ ബ്ലഡ് ഗ്രൂപ്പിലാണ് ഏതൊക്കെ ആന്റിജൻ ഉള്ളത് എന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാക്കി വെക്കുക. എ ആന്റിജൻ പ്രസന്റ് ആയിട്ടുള്ളത് എ ബ്ലഡ് ഗ്രൂപ്പിൽ എയിൽ എ ആന്റിജൻ ആണ്, ആന്റിബോഡി ബി ആണ്. ബി ബ്ലഡ് ഗ്രൂപ്പിൽ ആന്റിജൻ ബി ആണ്, ആന്റിബോഡി എ ആണ്. എ ബിയിൽ എ ആന്റിജനും ഉണ്ട്, ബി ആന്റിജനും ഉണ്ട്, പക്ഷേ എ ബിയിൽ ആന്റിബോഡി ഇല്ല. അതേ സമയത്ത് നമുക്ക് ഒ ബ്ലഡ് ഗ്രൂപ്പ് ആണെങ്കിൽ അവിടെ ആന്റിജൻ ഇല്ല, പക്ഷെ ആന്റിബോഡി എയും ഉണ്ട്, ബിയും ഉണ്ട്. ക്ലിയർ? അപ്പോൾ അതായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ. 23rd ക്വസ്റ്റ്യൻ ആയിരുന്നു. ഒ ബ്ലഡ് ഗ്രൂപ്പ് ആണ് യൂണിവേഴ്സൽ ഡോണർ എന്നറിയപ്പെടുന്നത്, എ ബി ബ്ലഡ് ഗ്രൂപ്പ് ആണ് യൂണിവേഴ്സൽ റെസിപ്പിയന്റ് എന്ന് അറിയപ്പെടുന്നത്. ക്ലിയർ? ദെൻ ഐഡന്റിഫൈ ദ റീനൽ ഫംഗ്ഷൻ ടെസ്റ്റ് ഫ്രം ദ ഫോളോയിങ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുന്ന സമയത്ത് ഈ താഴെ പറഞ്ഞിട്ടുള്ളതിൽ ഏതാണ് റീനൽ ഫംഗ്ഷൻ ടെസ്റ്റിന്റെ ഭാഗമായിട്ട് വരുന്നത്? അതായത് കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റിന്റെ ഭാഗമായിട്ട് വരുന്ന ടെസ്റ്റ് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ഓപ്ഷൻ ബ്ലഡ് ഷുഗർ, സെക്കൻഡ് സിറം ബിലിറുബിൻ, തേർഡ് ബ്ലഡ് യൂറിയ ആൻഡ് ഫോർത്ത് ടോട്ടൽ കൊളസ്ട്രോൾ. അത് നമുക്ക് ബ്ലഡ് ഷുഗർ അറിയാം, എന്താണ് ഡയബറ്റിക് പ്രൊഫൈലിൽ വരുന്നതാണ് ബ്ലഡ് ഷുഗർ. അത് നമുക്ക് റീനൽ ഫംഗ്ഷനിലേക്ക് നമ്മൾ നോക്കുന്നില്ല. സിറം ബിലിറുബിൻ എന്താണ് ലിവർ ഫംഗ്ഷനിൽ വരുന്നതാണ് ബിലിറുബിൻ. സോ അപ്പോൾ അതും നമ്മൾ വിട്ടുകളഞ്ഞു. ടോട്ടൽ കൊളസ്ട്രോൾ ലിപ്പിഡ് പ്രൊഫൈലിൽ വരുന്നതാണ്, സോ അതും വിട്ടുകളഞ്ഞു. അപ്പോൾ ബാക്കിയുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞു നോർമൽ കോൺസ്റ്റിറ്റ്യൂവന്റ് ഓഫ് യൂറിൻ എന്ന് പറയുന്നത് യൂറിയ ആയിട്ട് നമ്മൾ നേരത്തെ ക്വസ്റ്റനിൽ തന്നെ ഡിസ്കസ് ചെയ്തു. സോ ബ്ലഡ് യൂറിയ ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, സോ അപ്പോൾ നമ്മൾ കിഡ്നിയുടെ ഫംഗ്ഷൻ എങ്ങനെയുണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു റീനൽ ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യുന്നത്. അതിൽ എന്തൊക്കെയാണ്? മെയിൻലി യൂറിയ ഉണ്ട്, പിന്നെ ഇലക്ട്രോലൈറ്റ്സ്, അതായത് സോഡിയം, പൊട്ടാഷ്യം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കുറച്ച് ഇലക്ട്രോലൈറ്റ്സിൻ്റെ ഒരു ഇതും വരുന്നുണ്ട്. സോ അപ്പോൾ അതൊക്കെയാണ് നമുക്ക്. അതുപോലെ ക്ലോറൈഡ്സ്, ബൈകാർബണേറ്റ്സ് ഇതൊക്കെയാണ് വരുന്നത്, അല്ലാതെ വേറെ എക്സ്ട്രാ ഒന്നും വരുന്നില്ല റീനൽ ഫംഗ്ഷനിൽ കേട്ടോ. സോ അപ്പോൾ ഈ ബ്ലഡ് ഷുഗർ ഒക്കെ ഡയബറ്റിക് പ്രൊഫൈലിലാണ്, FBS PPBS ഒക്കെ വരുന്നത്. സിറം ബിലിറുബിൻ ലിവർ ഫംഗ്ഷനിലാണ് വരുന്നത്. ടോട്ടൽ കൊളസ്ട്രോൾ ലിപ്പിഡ് പ്രൊഫൈലിലാണ് വരുന്നത്. ക്ലിയർ? അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകുന്ന സമയത്ത് ഇതിൽ താഴെ പറഞ്ഞിട്ടുള്ളതിൽ ഏതാണ് വിച്ച് ഇസ് ദ നാച്ചുറൽ ആന്റി കൊയാഗുലൻ? നാച്ചുറലായിട്ട് നമ്മുടെ ബോഡിയിൽ പ്രസന്റ് ആയിട്ടുള്ള ആന്റി കൊയാഗുലൻ, ബ്ലഡ് കട്ട പിടിക്കാതിരിക്കാൻ സഹായിക്കുന്ന ആ ഒരു വസ്തു ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസിൽ നമുക്ക് EDTA, ഡബിൾ ഓക്സലേറ്റ്, ACD, ഹെപ്പാരിൻ. നമുക്കറിയാം ഹെപ്പാരിൻ ആണ് നമ്മുടെ ബോഡിയിൽ നാച്ചുറലി പ്രസന്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ മെഡിസിൻസ് എടുക്കുന്ന ഹെപ്പാരിൻ ഒക്കെ എടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. സോ അപ്പോൾ നാച്ചുറൽ ആന്റി കൊയാഗുലന്റ് എന്ന് പറയുന്നത്
ഇതാണ് ഹെപ്പാരിൻ ആണ് അല്ലേ. സോ അപ്പോൾ ഹെപ്പാരിൻ ആണ് നമ്മുടെ ബോഡിയിലുള്ള നാച്ചുറൽ ആൻറ്റി കോയാഗുലൻറ്റ്. അപ്പോൾ അതിൻ്റെ കൂടെ വേറെയും കുറച്ചുണ്ട്. ഒന്ന് ആൻറ്റി ത്രോംബിൻ ആണ്, ഹെപ്പാരിൻ കോഫാക്ടർ 2 ഉണ്ട്, പിന്നെ പ്രോട്ടീൻ സി ഉണ്ട്, പ്രോട്ടീൻ എസ് ഉണ്ട്. അപ്പോൾ അതിൽ പ്രോട്ടീൻ സി ആണ് മേജറായിട്ട് വരുന്നത്. ദെൻ ടിഷ്യൂ ഫാക്ടർ പാത്വേ ഇൻഹിബിറ്റർ ഒക്കെ ഉണ്ട്. സോ അപ്പോൾ ഇതൊക്കെ ആണെങ്കിലും നമുക്ക് ഓർത്ത് വെക്കേണ്ട ഒരു സാധനം ഹെപ്പാരിൻ ആണ് നമ്മുടെ ബോഡിയിൽ പ്രസന്റ് ആയിട്ടുള്ള നാച്ചുറൽ ആൻറ്റി കൊയാഗുലൻറ്റ് എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകുന്ന സമയത്ത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സോ ദ നെയിം ദ പാരസൈറ്റ് കോസിങ് മലേറിയ. മലേറിയ ഉണ്ടാക്കുന്ന ആ ഒരു പാരസൈറ്റ് ഏതാണ് എന്നാണ്. ഓപ്ഷൻസിൽ നമുക്ക് പ്ലാസ്മോഡിയം വൈവാക്സ്, ഉച്ചറേരിയ ബാൻക്രോഫ്റ്റി, ബ്രൂജിയ മലായി ആൻഡ് ലാഷ്മാനിയ ഡോണോവാണി. ഓക്കെ, സോ അപ്പോൾ നമുക്ക് ഈ ഒരു 4 ഓപ്ഷൻസ് വായിക്കുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ് പ്ലാസ്മോഡിയം വൈവാക്സ് ആണ് അല്ലേ. സോ പ്ലാസ്മോഡിയം തന്നെ നമുക്ക് 5 ടൈപ്പ് ഉണ്ട്. ഒന്ന് പ്ലാസ്മോഡിയം ഫാൽസിപ്പേറം, പ്ലാസ്മോഡിയം മലേറിയ, പ്ലാസ്മോഡിയം വൈവാക്സ്, പ്ലാസ്മോഡിയം ഒവേൽ ആൻഡ് പ്ലാസ്മോഡിയം നോലസി. സോ ഇപ്പോൾ ഈ ഒരു 5 ടൈപ്പ് പ്ലാസ്മോഡിയം ഉണ്ട്. അതിൽ മേജറായിട്ട് വരുന്നത് ഈ 4 എണ്ണമാണ്. ആദ്യത്തെ 4 എണ്ണം പ്ലാസ്മോഡിയം ഫാൽസിപ്പേറം, പ്ലാസ്മോഡിയം മലേറിയ, പ്ലാസ്മോഡിയം വൈവാക്സ് ആൻഡ് പ്ലാസ്മോഡിയം ഒവേൽ. ഈ 4 എണ്ണമാണ് മേജർ ടൈപ്പിൽ വരുന്നത്. 5th വൺ അഡീഷണൽ ടൈപ്പായിട്ടാണ് അത് വരുന്നത്. ഓക്കെ, സോ അപ്പോൾ ഇതിൽ മലേറിയ ഉണ്ടാക്കുന്ന ആ ഒരു പാരസൈറ്റ് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് പ്ലാസ്മോഡിയം വൈവാക്സ് ആണ് കേട്ടോ. സോ അപ്പോൾ ഉച്ചറേരിയ ബാൻക്രോഫ്റ്റി എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എലിഫന്റിയാസിസ് അല്ലെങ്കിൽ ഫിലാറിയാസിസ് ഉണ്ടാക്കുന്ന ആ ഒരു പാരസൈറ്റ് ആണ് ഉച്ചറേരിയ ബാൻക്രോഫ്റ്റി എന്ന് പറയുന്നത്. ലേഷ്മേനിയ ഡൊണോവാനി അറിയാം, ലേഷ്മേനിയാസിസ് ഉണ്ടാക്കുന്നതാണ്. പിന്നെ ബ്രൂജിയ മലായി. സോ അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നത് പാരസൈറ്റ് കോസിങ് മലേറിയ ഏതാണ്, പ്ലാസ്മോഡിയം വൈവാക്സ് ആണ്. സോ പ്ലാസ്മോഡിയം ആ ഒരു ടൈപ്സ് ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ നോക്കി. ഏതൊക്കെയാണ്, ഫാൽസിപ്പേറം ഉണ്ട്, മലേറിയ ഉണ്ട്, വൈവാക്സ് ഉണ്ട്, ഒവേൽ ഉണ്ട്, അഡീഷണൽ ആയിട്ട് ഒരെണ്ണം നോലസി. സോ ഇതാണ് 4 ടൈപ്പ് ഓഫ് പ്ലാസ്മോഡിയം എന്ന് പറയുന്നത്. ക്ലിയർ? സോ അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ്, അതായത് നമ്മൾ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ എടുത്തിട്ട് ഒരു 10 ക്വസ്റ്റ്യൻസ് മാത്രമേ ഡിസ്കസ് ചെയ്യുള്ളൂ. പക്ഷേ കുറേ അധികം ഒരു 10 പോയിന്റ്സ് മാത്രമല്ല, നമ്മൾ കുറേ അധികം പോയിന്റ്സ് എക്സ്ട്രാ അഡീഷണലി പഠിച്ചു. സോ അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ എന്താണ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ കുറച്ചധികം പോയിന്റ്സ് നമുക്ക് ഈസി ആയിട്ട് ഇത് ചെയ്ത് പോകും. നമ്മൾ ബുക്ക് എടുത്ത് വെച്ച് റെഫർ ചെയ്ത് ഓരോ ഇത് നോക്കുന്നതിനേക്കാളും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു, ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ പോർഷനിൽ എടുത്ത് വെച്ചിട്ട് അതിൽ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് എന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ മേജർ ഏരിയ ആണ് കവർ ചെയ്യുന്നത്, ക്വസ്റ്റ്യനിൽ വന്നിട്ടുള്ള പോർഷൻ ആണ്. സോ അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് നമുക്ക് ഒറ്റയടിക്ക് നോട്ട് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. സോ അങ്ങനത്തെ ഒരു രീതിക്ക് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്ത് ആ ഒരു സ്റ്റഡി മെത്തേഡ് ആ ഒരു രീതിക്ക് ആക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് ആ ഒരു പോർഷൻസ് കവർ ചെയ്ത് പോകാനായിട്ടും പറ്റും. നമുക്ക് ആ ഒരു ഓർത്ത് വെക്കാനും കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അതുപോലെ തന്നെ ആ 4 ഓപ്ഷൻസ് ഏതൊക്കെയാണ് എന്നുള്ളത് നോക്കി അതിൻ്റെ ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ അത് എന്തുകൊണ്ട് ആ ഓപ്ഷനിൽ വന്നു, അപ്പോൾ എന്തെങ്കിലും ഒരു കണക്ഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മിസ്മാച്ചോ കാണുമല്ലോ. സോ അപ്പോൾ അതും കൂടി മനസ്സിലാക്കി അതെന്താണെന്നും കൂടി പഠിച്ചു പോവുകയാണെങ്കിൽ ഈസി ആയിട്ട് എല്ലാവർക്കും ആ ഒരു എക്സാംസ് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ പഠിച്ച് തുടങ്ങാൻ ഒട്ടും വൈകിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗം ജോയിൻ ചെയ്യുക, ഒന്നിച്ച് പഠിക്കാം. ഇനിയും നിങ്ങൾക്ക് 1 മാസത്തോളം സമയം ബാക്കിയുണ്ട്. സോ അപ്പോൾ ക്ലാസ്സുകൾ കണ്ടിന്യൂസ് ആയിട്ട് കാണാം. നെക്സ്റ്റ് ഒരു ടോപ്പിക്കുമായിട്ട് കാണാം. എല്ലാവർക്കും ബൈ.